സ്കൂളിലെ ശിരോവസ്ത്രവിലക്കിൽ എറണാകുളം പള്ളുരുത്തി സെന്റ് റീത്ത സ്കൂളിന് വീഴ്ച പറ്റിയെന്ന് വിദ്യാഭ്യാസ ഉപഡയറക്ടറുടെ റിപ്പോർട്ട്. വിദ്യാർത്ഥിയെ പുറത്താക്കിയത് ഗുരുതരമായ കുറ്റവിലോപം. ശിരോവസ്ത്രം ധരിച്ച് സ്കൂളിൽ തുടർ പഠനം നടത്താൻ സ്കൂൾ അനുമതി നൽകണമെന്നും വിദ്യാഭ്യാസ മന്ത്രി വി ശിവൻകുട്ടി നിർദ്ദേശം നൽകി. നാളെ 11 മണിക്ക് മുൻപ് പ്രശ്നം പരിഹരിച്ച് സ്കൂൾ റിപ്പോർട്ട് നൽകണം. ഭരണഘടനാ അവകാശം ലംഘിക്കാൻ ആരെയും അനുവദിക്കില്ലെന്നും വിദ്യാഭ്യാസ മന്ത്രി അറിയിച്ചു. സാജു ഉണ്ട് വിശദാംശങ്ങളുമായി. സാജു, എന്താണ് സത്യത്തിൽ അവിടെ സംഭവിച്ചത്? ആരതി, എറണാകുളം പള്ളുരുത്തി സെന്റ് റീത്താസ് പബ്ലിക് സ്കൂളിലായിരുന്നു ശിരോവസ്ത്ര വിലക്ക് ഉണ്ടായത്. 8ാം ക്ലാസ് വിദ്യാർത്ഥിനിയെ ക്ലാസ്സിൽ കയറ്റാതെ, ശിരോവസ്ത്രം ധരിച്ചതിന്റെ പേരിൽ ക്ലാസ്സിൽ കയറ്റാതെ പുറത്താക്കുകയായിരുന്നു. ഈ വിഷയമാണ് അന്വേഷിക്കാനായി ഇന്നലെ വിദ്യാഭ്യാസ മന്ത്രി നിർദ്ദേശം നൽകിയിരുന്നു. തുടർന്ന് എറണാകുളം വിദ്യാഭ്യാസ ഉപഡയറക്ടർ അന്വേഷണം നടത്തുകയും റിപ്പോർട്ട് സർക്കാരിലേക്ക് സമർപ്പിക്കുകയും ചെയ്തു. റിപ്പോർട്ട് പ്രകാരം വിദ്യാർത്ഥിനിയെ ശിരോവസ്ത്രം ധരിച്ചതിന്റെ പേരിൽ ക്ലാസ്സിൽ നിന്നും പുറത്താക്കിയത് ഗുരുതരമായ കൃത്യവിലോപവും വിദ്യാഭ്യാസ അവകാശങ്ങളുടെ ലംഘനവുമാണ് എന്ന് ചൂണ്ടിക്കാട്ടുന്നു. ഇന്ത്യൻ ഭരണഘടന ഉറപ്പു നൽകുന്ന പൗരന്റെ മൗലികാവകാശമായ മതാചാര സ്വാതന്ത്ര്യത്തിന് വിരുദ്ധമായ നടപടിയാണ് സ്കൂളിന്റെ ഭാഗത്തു നിന്നുണ്ടായത് എന്നും റിപ്പോർട്ട് ചൂണ്ടിക്കാട്ടുന്നുണ്ട്. ഇതിന്റെ അടിസ്ഥാനത്തിൽ വിദ്യാർത്ഥിനിക്ക് മതവിശ്വാസത്തിന്റെ ഭാഗമായ ശിരോവസ്ത്രം ധരിച്ച് സ്കൂളിൽ തുടർ പഠനം നടത്താൻ സ്കൂൾ അനുമതി നൽകണം എന്ന തീരുമാനം വിദ്യാഭ്യാസ വകുപ്പ് എടുത്തതായിട്ടാണ് വിദ്യാഭ്യാസ മന്ത്രി അറിയിച്ചിരിക്കുന്നത്. ശിരോവസ്ത്രത്തിന്റെ നിറവും ഡിസൈനും സ്കൂൾ അധികൃതർക്ക് തീരുമാനിക്കാം. വിദ്യാർത്ഥിനിക്കും രക്ഷിതാക്കൾക്കുമുണ്ടായ മാനസിക വിഷമങ്ങൾ പൂർണ്ണമായും പരിഹരിച്ച് ഇത് സംബന്ധിച്ച റിപ്പോർട്ട് നാളെ രാവിലെ 11 മണിക്ക് മുമ്പായി സ്കൂൾ സമർപ്പിക്കണം. സ്കൂൾ പ്രിൻസിപ്പലിനും മാനേജർക്കുമാണ് കർശന നിർദ്ദേശം നൽകിയിരിക്കുന്നത് എന്നും വിദ്യാഭ്യാസ മന്ത്രി അറിയിച്ചിട്ടുണ്ട്. മതേതര മൂല്യങ്ങൾ ഉയർത്തിപ്പിടിക്കുന്ന കേരളത്തിൽ ഒരു വിദ്യാർത്ഥിക്കും ഇത്തരം ദുരനുഭവങ്ങൾ ഉണ്ടാകാൻ പാടില്ല. ഭരണഘടനാപരമായ അവകാശങ്ങൾ ലംഘിക്കാൻ ഒരു വിദ്യാഭ്യാസ സ്ഥാപനത്തെയും അനുവദിക്കില്ലെന്നും വിദ്യാഭ്യാസ മന്ത്രി അറിയിച്ചിട്ടുണ്ട്. സർക്കാർ ഈ വിഷയത്തിൽ തുടർന്നും ജാഗ്രത പുലർത്തുമെന്ന ഉറപ്പും വാർത്താക്കുറിപ്പിലൂടെ വിദ്യാഭ്യാസ മന്ത്രി നൽകുന്നുണ്ട്. ഏതായാലും സ്കൂളിന് കടുത്ത വീഴ്ച, ഗുരുതരമായ കൃത്യവിലോപം സ്കൂളിന്റെ ഭാഗത്തുനിന്നും ഉണ്ടായി എന്ന നിഗമനത്തിലേക്കാണ് ഈ അന്വേഷണ റിപ്പോർട്ട് എത്തിച്ചേർന്നത്. അതിന്റെ അടിസ്ഥാനത്തിലാണ് വിദ്യാർത്ഥിനിക്ക് അവരുടെ ഭരണഘടനാപരമായ അവകാശം കൂടിയായ ശിരോവസ്ത്രം ധരിക്കാനുള്ള അനുമതി നൽകണമെന്ന ഉത്തരവിട്ടിരിക്കുന്നത്. സ്കൂൾ അധികൃതർ അവരുടെ ഭാഗത്തുനിന്നുണ്ടായ വീഴ്ച തിരുത്തിക്കൊണ്ടുള്ള റിപ്പോർട്ട് സമർപ്പിക്കാനുള്ള നിർദ്ദേശവും ഈ ഘട്ടത്തിൽ നൽകിയിരിക്കുന്നത്. ആര്യ, തീർച്ചയായും ഒരു ഭരണഘടനാ ലംഘനം തന്നെയാണ് ഇവിടെ നടന്നിരിക്കുന്നത്. ഇത് സംബന്ധിച്ച് വിദ്യാർത്ഥിയോ മാതാപിതാക്കളോ പരാതി എന്തെങ്കിലും നൽകിയിട്ടുണ്ടോ സാജു? വിദ്യാർത്ഥിയുടെയും പിതാവിന്റെയും പരാതിയുടെ അടിസ്ഥാനത്തിലാണ് ഇങ്ങനെ ഒരു അന്വേഷണത്തിലേക്ക് പോയത്. സ്കൂളിൽ കഴിഞ്ഞ ദിവസം ഇതുമായി ബന്ധപ്പെട്ട് പരാതികൾ ഉയർന്നിരുന്നു. തുടർന്ന് സ്കൂളിന് അവധി നൽകുകയാണ് അധികൃതർ 2 ദിവസത്തേക്ക് ചെയ്തത്. ഇതോടുകൂടിയാണ് ഈ വിഷയം സംസ്ഥാന സർക്കാരിനെ, സംസ്ഥാന വിദ്യാഭ്യാസ വകുപ്പിന് മുന്നിലേക്ക് വന്നത്. തുടർന്ന് വിദ്യാഭ്യാസ മന്ത്രി വി ശിവൻകുട്ടി തന്നെ മാധ്യമങ്ങൾ ഇത് ശ്രദ്ധയിൽപ്പെടുത്തിയപ്പോൾ അന്വേഷണത്തിന് നിർദ്ദേശം നൽകുകയായിരുന്നു. പൊതുവിദ്യാഭ്യാസ ഡയറക്ടറുടെ നിർദ്ദേശപ്രകാരമാണ് എറണാകുളം വിദ്യാഭ്യാസ ഉപഡയറക്ടർ അന്വേഷണം നടത്തിയത്. ആ അന്വേഷണത്തിലാണ് കുട്ടിയുടെ മൗലികാവകാശങ്ങൾ ലംഘിക്കപ്പെട്ടിരിക്കുന്നു എന്ന ഗുരുതരമായ കണ്ടെത്തൽ ഉണ്ടായിട്ടുള്ളത്. മാത്രമല്ല, വിദ്യാഭ്യാസ അവകാശങ്ങളുടെ ലംഘനമാണ് എന്നും ഈ അന്വേഷണ റിപ്പോർട്ട് എടുത്തു പറയുന്നുണ്ട്. ഇതിന്റെ അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ സർക്കാർ ഇടപെടൽ ഉണ്ടായിരിക്കുന്നത്. കുട്ടിക്ക് ശിരോവസ്ത്രം ധരിച്ചുകൊണ്ട് പഠനം അതേ സ്കൂളിൽ തന്നെ തുടരാനുള്ള അവസരമൊരുക്കാനുള്ള തീരുമാനമാണ് എടുത്തിരിക്കുന്നത്. ശിരോവസ്ത്രത്തിന്റെ നിറവും ഡിസൈനും ഏതു വേണമെന്ന് സ്കൂൾ അധികൃതർക്ക് തീരുമാനിക്കാം. പക്ഷേ മതപരമായ ആ കുട്ടിയുടെ വിശ്വാസപരമായ കാര്യങ്ങളിൽ കൈകടത്തേണ്ടതില്ല. അവർക്ക് ശിരോവസ്ത്രം ധരിച്ചുകൊണ്ട് തന്നെ പഠനം തുടരാനുള്ള അനുമതി നൽകുന്ന തരത്തിലുള്ള കാര്യങ്ങൾ ചെയ്യണം എന്ന കർശനമായ നിർദ്ദേശമാണ് ഇപ്പോൾ സ്കൂളിന് നൽകിയിരിക്കുന്നത്. നാളെ 11 മണിക്കകം പ്രശ്നം പരിഹരിച്ചുകൊണ്ടുള്ള റിപ്പോർട്ട് വിദ്യാഭ്യാസ വകുപ്പിന് സമർപ്പിക്കണമെന്നാണ് പ്രിൻസിപ്പലിനും മാനേജ്മെന്റിനും നൽകിയിരിക്കുന്ന നിർദ്ദേശം. ഇതിന്റെ അടിസ്ഥാനത്തിൽ സ്കൂൾ മുന്നോട്ട് പോകുന്നില്ലെങ്കിൽ അടുത്ത ഘട്ടത്തിലുള്ള നടപടികളിലേക്ക് കടക്കാനും കൂടി തീരുമാനിച്ചിട്ടുണ്ട്. കേരളം പോലെയൊരു സംസ്ഥാനത്ത് ഇത്തരം മൗലികാവകാശവും ഭരണഘടനയുടെ ലംഘനവുമൊന്നും അനുവദിക്കാൻ കഴിയില്ല എന്നാണ് വിദ്യാഭ്യാസ മന്ത്രി വി ശിവൻകുട്ടി എടുത്തിരിക്കുന്ന നിലപാട്. ആരതി, സാജു, ഇതിപ്പോൾ അവിടെയുള്ള ഒരു കുട്ടിയുടെ മാത്രം പ്രശ്നമാണോ, അല്ലെങ്കിൽ സമാനമായ ബുദ്ധിമുട്ടുകൾ നേരിടുന്ന മറ്റു കുട്ടികളും ആ സ്കൂളിലുണ്ടോ?
നമ്മൾ മനസ്സിലാക്കിയത് പ്രകാരം ഒരു കുട്ടിയാണ് രേഖാമൂലം പരാതി ഉന്നയിച്ചുകൊണ്ട് വിദ്യാഭ്യാസ വകുപ്പിനെ സമീപിച്ചിരിക്കുന്നത്. സ്കൂളിൽ ഇത്തരത്തിൽ ശിരോവസ്ത്രം ധരിക്കാൻ അനുവദിക്കുന്നില്ല എന്നുള്ളതാണ് വസ്തുത. അതിന് സ്കൂൾ മാനേജ്മെന്റ് എടുത്തിരുന്ന നിലപാട് ഇത് അവരുടെ യൂണിഫോമിന്റെ ഭാഗമല്ല ശിരോവസ്ത്രം എന്നുള്ളതാണ്. എല്ലാ കുട്ടികൾക്കും പൊതുവായ യൂണിഫോമാണുള്ളത്. ആ പൊതുവായ യൂണിഫോം ധരിക്കാൻ എല്ലാവരും തയ്യാറാകണം എന്ന നിലപാടെടുത്തുകൊണ്ടാണ് ശിരോവസ്ത്രം ധരിക്കുന്നതിൽ നിന്നും ആ വിദ്യാർത്ഥിനിയെ വിലക്കുകയും ക്ലാസ്സിൽ നിന്നും പുറത്താക്കുക എന്ന കടുത്ത നടപടികളിലേക്ക് സ്കൂൾ മാനേജ്മെന്റ് നീങ്ങിയത്. ഇതിനെയാണ് ഇപ്പോൾ വിദ്യാഭ്യാസ വകുപ്പ് ചോദ്യം ചെയ്തിരിക്കുന്നത്. ആ കുട്ടിയുടെ പഠനം മുടക്കുന്ന തരത്തിലേക്ക് കാര്യങ്ങൾ കൊണ്ടുപോയത് വിദ്യാഭ്യാസ അവകാശത്തിന്റെ ലംഘനമാണ് എന്നാണ് അന്വേഷണ റിപ്പോർട്ട് വിശദീകരിക്കുന്നത്. ഒപ്പം ഒരാൾക്ക് അയാളുടെ മതാചാര പ്രകാരമുള്ള കാര്യങ്ങൾ ചെയ്യാനുള്ള ഭരണഘടന അനുവദിക്കുന്ന അവകാശങ്ങൾ കൂടി ഇല്ലാതാക്കപ്പെട്ടിരിക്കുന്നു എന്നുകൂടി കണ്ടെത്തിക്കൊണ്ടാണ് അതിന്റെ ഒരു തിരുത്തൽ നടപടി വേണം എന്ന നിലപാട് ഇപ്പോൾ വിദ്യാഭ്യാസ വകുപ്പ് വിദ്യാഭ്യാസ മന്ത്രിയുമൊക്കെ എടുത്തിരിക്കുന്നത്. ആരതി.